നമസ്കാരം. യു കെയിൽ കഴിഞ്ഞ ദിവസം പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് പൊട്ടുന്ന ശബ്ദം കേട്ടതായി യാത്രക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് ബ്ലൂ ഐലൻഡ്സ് എയർലൈൻസിൻ്റെ വിമാനം അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്നു. ഡബ്ലിനിൽ നിന്ന് ജേഴ്സിയിലേക്ക് പറക്കുകയായിരുന്നു വിമാനം. 4000 അടി ഉയരത്തിൽ പറക്കുന്ന സമയത്താണ് വലതുവശത്തെ എഞ്ചിനിൽ നിന്ന് എന്തോ ഒരു വലിയ തോതിലുള്ള പൊട്ടുന്ന ശബ്ദം കേട്ടതായി യാത്രക്കാർ പരാതിപ്പെട്ടത്. ഇതേ തുടർന്ന് വിമാനത്തിലെ ജീവനക്കാർ എയർ ട്രാഫിക് കൺട്രോളിനെ വിവരം അറിയിക്കുകയും അടിയന്തരമായി തൊട്ടടുത്തുള്ള വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. വിമാനത്തിൻ്റെ വലതുവശത്തെ എഞ്ചിന് ചില സാങ്കേതിക തകരാറുകളുണ്ടായതായി പിന്നീട് നടന്ന പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇത് വിമാനം പറക്കുന്ന വേളയിൽ തന്നെ ജീവനക്കാർ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം കരുതേണ്ടത്. കാരണം അവർ അപ്പോൾ തന്നെ ഈ കാര്യം എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നിറയെ യാത്രക്കാരുമായിട്ടായിരുന്നു ഈ വിമാനം പറന്നിരുന്നത്. പ്രാദേശികമായി സർവീസ് നടത്തുന്ന വിമാന സർവീസാണ് ബ്ലൂ ഐലൻഡ്സ് എയർലൈൻസ്. ചെറിയ വിമാനങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. യു കെയിലെ തന്നെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇവർ വിമാന സർവീസ് നടത്തുന്നത്. ഏതായാലും എഞ്ചിൻ തകരാറ് മനസ്സിലാക്കിയതിനെ തുടർന്ന് അരമണിക്കൂറിനകമാണ് വിമാനത്തിന് എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. വിമാനം പുറപ്പെട്ടത് തന്നെ 1 മണിക്കൂർ വൈകിയാണ് എന്നാണ് ഇതിലെ യാത്രക്കാർ പറയുന്നത്. വിമാനയാത്ര പുറപ്പെട്ട് അല്പസമയം കഴിഞ്ഞപ്പോഴാണ് തങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ ചില ശബ്ദങ്ങൾ വലതുവശത്തെ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങിയത് എന്നാണ് യാത്രക്കാർ പറയുന്നത്. ഏതായാലും വിമാനം സുരക്ഷിതമായി തന്നെയാണ് ലാൻഡ് ചെയ്തതെന്നാണ് വിമാന കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ മാസം ആദ്യം മറ്റൊരു വിമാന അപകടവും യു കെയിൽ ഒഴിവായിരുന്നു. ഇറ്റലിയിലെ പിസയിൽ നിന്ന് ഗ്ലാസ്ഗോയിലെ വിമാനത്താവളത്തിലേക്ക് വരികയായിരുന്ന റയാൻ എയറിൻ്റെ വിമാനമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് പെട്ടെന്ന് എഞ്ചിനിൽ നിന്ന് അപായ സൂചന പൈലറ്റുമാർക്ക് ലഭിച്ചത്. വിമാനത്തിൽ ഇന്ധനം തീരാൻ പോകുന്നു എന്നുള്ളതായിരുന്നു ആ സന്ദേശം. തുടർന്ന് അവർ അടിയന്തരമായി അടുത്തുള്ള ഒരു വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം 3 തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് വിമാനം അവിടുന്ന് വീണ്ടും പറന്നുയർന്ന് മാഞ്ചസ്റ്ററിലെ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കിയിരുന്നു. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് നടത്തിയ പരിശോധനയിൽ ഈ വിമാനത്തിലെ ഇന്ധന ടാങ്കിൽ ആകെ 250 കിലോഗ്രാം ഇന്ധനം മാത്രമാണ് അവശേഷിച്ചിരുന്നതെന്നാണ് കണ്ടെത്തിയത്. അതായത് വ്യോമയാന വിദഗ്ധർ പറയുന്നത് ഈ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു 5-6 മിനിറ്റ് മാത്രമേ പിന്നീട് അങ്ങോട്ട് വിമാനത്തിന് പറക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാണ്. ഈ സമയത്ത് തന്നെ വിമാനം ലാൻഡ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. വിമാനത്തിലെ യാത്രക്കാർ പലരും പറയുന്നത് തങ്ങളാകെ പരിഭ്രാന്തരായിരുന്നു എന്നാണ്. കാരണം നേരത്തെ മറ്റൊരു വിമാനത്താവളത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിലും 3 തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും വിമാനത്തിന് അവിടേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഈ മേഖലയിലാകെ തന്നെ ഈയിടെ ശക്തമായ കൊടുങ്കാറ്റും മഴയും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയും വിമാനത്തെ അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതിൽ നിന്ന് തടഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതായാലും ഒടുവിൽ എല്ലാവർക്കും ആശ്വാസമായി വിമാനം നിലത്തിറങ്ങുകയും ചെയ്തു. പക്ഷേ വിമാനത്തിലെ ഇന്ധനം ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് തീർന്നു പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അധികൃതർ അന്വേഷിച്ചു. കാരണം മറ്റൊരു രാജ്യത്ത് നിന്നാണ് ഈ വിമാനം യു കെയിലേക്ക് വന്നത്. അപ്പോൾ ഇന്ധനം ആവശ്യത്തിന് നിറച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്ധന ചോർച്ചയോ മറ്റോ ഉണ്ടായിട്ടാണോ പെട്ടെന്ന് ഇന്ധനം കുറഞ്ഞത് എന്നുള്ള കാര്യം അന്വേഷണ വിധേയമാണ്. ഏതായാലും ഈ 2 വിമാനാപകടങ്ങളും ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് യു കെയിലെ വ്യോമയാന അധികൃതർ.